പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ്സ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഫെസ്സിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടില്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഫെസ്സിനോട് തൽക്കാലം വിട പറഞ്ഞിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഷെഫ്ചൗൻ എന്ന് പറഞ്ഞ ഒരു നഗരത്തിലേക്കാണ്. നീല നഗരം, ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ ബസ് സ്റ്റേഷന്. അവിടുന്ന് ബസ്സുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പഴയ നഗരത്തിൽ നിന്ന് ഒരു ടാക്സി എടുത്തു. രാവിലെ തന്നെയാണ്, ഏർലി മോർണിംഗ് ആണ്. അതായത് ഇപ്പോഴും ഇരുട്ടാണ്, സൂര്യൻ പോലും ഉദിച്ചിട്ടില്ല. ടാക്സി എടുത്തു. അയാൾ നല്ല മനുഷ്യനെ എടുത്തോണ്ട് ടാക്സി ഡ്രൈവർ മീറ്റർ ചാർജ് മാത്രമേ ഈടാക്കിയുള്ളൂ. നേരെ ഇവിടെ വന്നു. ഇനി ഇവിടുന്ന് ബസ് എടുത്തിട്ട് ഒരു 4 മണിക്കൂർ ജേർണി ഉണ്ട് ഷെഫ്ചൗൻ എന്ന് പറഞ്ഞ മൗണ്ടൻ റീജിയനിലേക്ക്. അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഓക്കെ. Inside, isn't it? ബസ് അത്ര ഫുള്ളല്ല, കാരണം ഇതിപ്പോൾ ഫെബ്രുവരിയാണ്, കുറച്ച് തണുപ്പുള്ള സമയം. അതുകൊണ്ട് തന്നെ അധികം ടൂറിസ്റ്റ് ഒന്നും ട്രാവൽ ചെയ്യാതിരിക്കുന്ന സമയമാണ്. അത് കാരണമായിരിക്കണം. പക്ഷെ ബസ് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള റൂട്ടാണ്. നമ്മൾ മൊറോക്കോ എന്ന് പറയുമ്പോൾ കുറച്ച് ഡെസേർട്ടഡ് ആണെന്ന് പലരും കരുതിയേക്കാം. എല്ലാവരും ഇല്ല, കുറേ പേരെങ്കിലും. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് വഴിയിലെല്ലാം കാണാൻ പറ്റും. പച്ചപ്പും കൂടാതെ കുറച്ച് ഡ്രൈ ഏരിയസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു കാഴ്ചയാണ് കൊണ്ടുപോയിൽ കിട്ടുന്നത്. ബസ് അപ്പോൾ ആദ്യത്തെ ബ്രേക്ക് 2 മണിക്കൂറിന് ശേഷം നിർത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ഥലം. ബസ്സുണ്ടല്ലേ, ചെറിയ റെസ്റ്റോറൻറ്റിൽ നിർത്തി നമുക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാം. ഒരു മിനിറ്റ് പറയട്ടെ. മിൻറ്റി മൊറോക്കൻ ടീ. അപ്പോൾ ഒരു 2 മണിക്കൂർ ഡ്രൈവിന് ശേഷം കുറച്ച് നേരം ഇവിടെ ബസ് നിർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു ചായ കുടിച്ചു. പിന്നെ ഇനി ഒരു 15 മിനിറ്റോളം ബ്രേക്കാണെന്ന് പറഞ്ഞത്. നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റും കാഫേയൊക്കെ കാണാൻ പറ്റും. അത്ര വലിയ സെറ്റപ്പ് സംഭവമൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് എന്തെങ്കിലും സ്നാക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. പിന്നെ ഇവിടെയും കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ, രാവിലെ അല്ലേ നമ്മൾ, അത് കാരണമായിരിക്കണം. ഇനിയൊരു 2 മണിക്കൂറൂടെ നമ്മൾ ബ്ലൂ സിറ്റിയിലേക്ക്, ഷെഫ്ചൗൻ എന്ന് പറഞ്ഞാൽ ബ്ലൂ സിറ്റിയിലേക്ക്. ഈ താഴ്വാരങ്ങളും കൃഷിയിടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു മടുത്ത് ശരിക്കും. ഇങ്ങനെ ചില ചെറിയ ടൗണുകളൊക്കെ വരുമ്പോഴാണ് കാണാൻ രസം. കാരണം അവിടുത്തെ ഒരു ജീവിത കാഴ്ച നമുക്ക് ഇത്രയും വലിയൊരു വിൻഡോയിലൂടെ പുറത്ത് കാണാൻ, അറ്റ്ലീസ്റ്റ് നമ്മൾ പുറത്തിറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അല്ലാതെ നല്ല താല്പര്യം ഇതൊക്കെ അറിയാൻ, ശരിക്കും അറിയാം. അപ്പം ചില ടൗണുകളൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ഉറങ്ങാതെ അതിങ്ങനെ നോക്കി കാണും. ആൾക്കാർ എങ്ങനെയാണ് അവിടെ ഉള്ള ഒരു നോർമൽ ലൈഫും കാര്യങ്ങളൊക്കെ അറിയാനുള്ള താല്പര്യമുണ്ട്. ബസ്സിൽ പലരും ഉറങ്ങാം കേട്ടോ. നേരത്തെ ബ്രേക്കിൽ നിർത്തിയപ്പോൾ ആരും എണീറ്റില്ല. ഇതുപോലുള്ള ഓരോ ടൗണുകൾ ഇങ്ങനെ താണ്ടി നമ്മളങ്ങനെ പതുക്കെ നീല നഗരത്തിലെത്തി പെടുന്നതാണ്. ഈ മൊറോക്കോയുടെ മൗണ്ടൻ റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണല്ലോ ഷെഫ്ചൗൻ എന്ന് പറയുന്നത്. അതായത് ഏകദേശം 6000 അടി ഉയരത്തിൽ, സീ ലെവലിൽ നിന്നും ഉയരത്തിൽ നിൽക്കുന്ന ഒരു നഗരം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫെസ്സിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ കാഴ്ചകളാണ് പുറത്ത് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കയറ്റങ്ങനെ കയറിക്കൊണ്ടിരിക്കും. മലനിരകളും താഴ്വാരങ്ങളും കൊച്ചു കൊച്ചു ടൗണുകളും വീടുകളും കുട്ടികളും ആളുകളും കൃഷിയിടങ്ങളും കൃഷിക്കാരും എല്ലാമായിട്ടുള്ള കാഴ്ചകൾ. ഭയങ്കര ഗ്രീനറിയാണ് ഈ ഒരു ഭാഗത്ത്. കാരണം ഇതൊരു മൗണ്ടൻ റീജിയനിൽ ആണല്ലോ, അത് കാരണമുള്ള ഡിഫറൻസ്. നേരെ തിരിച്ച് നമ്മൾ സൗത്തിലോട്ട് മറാക്കേഷ് ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മുന്നേ പോയിരുന്നല്ലോ, അത് കാരണം പറയണം, അവിടെ കുറേ കൂടി ഡെസേർട്ടഡ് ഫീലാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പല കാഴ്ചകൾ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഇത്തരം യാത്രകൾ കൊണ്ടുള്ള ഒരു സന്തോഷവും ഗുണമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഷെഫ്ചൗൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാത നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഗ്രീസിലെ സെൻറ്റോറിനിയൊക്കെ പോലുള്ള ഒരു നഗരമാണല്ലോ. ബസ് ഇവിടെ നിർത്താണെന്ന് തോന്നുന്നു, ആണെന്ന് തോന്നുന്നു. ബസ് സ്റ്റാൻഡൊക്കെ ഇല്ല, ബസ് താഴേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ നഗരത്തിൻ്റെ ഒരു കാഴ്ച ഇവിടെ നിന്ന് കിട്ടും. മദീന. അങ്ങനെ ബ്ലൂ പേൾ ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ഷെഫ്ചൗൻ്റെ പുതിയ നഗരഭാഗത്തുള്ള ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഏകദേശം 6000 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു നഗരം ഉള്ളത്.
അത് കാരണം തന്നെ പലരും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് ഇവിടേക്ക്. ഐ മീൻ കമ്പയർ ടു മെനി അതർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, മൊറോക്കോയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഷവാനിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് റിയാദ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റിയാദ് എന്ന് പറഞ്ഞാൽ ഓൾഡ് പാലസ് അല്ലേ ഇവിടെ മൊറോക്കോയിലെ. അത് ഒബ്വിയസ്ലി അത് മറ്റേ ഷെഫ്ഷാവൻ്റെ പഴയ നഗരഭാഗത്താണ്. പഴയ നഗരഭാഗത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ജേണി ഉണ്ട്. ഇവിടെ ബ്ലൂ കളർ ടാക്സിയാണ്, ഇതെടുക്കണം. നമ്മൾ ഫെസ്റ്റിൽ കണ്ടത് റെഡ് ആയിരുന്നു, ഇവിടെ ബ്ലൂ ടാക്സിയാണ്. അപ്പോൾ ഇതെടുത്തിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ജേണി ഉള്ളൂ. അപ്പോൾ നേരെ ഈ പഴയ നഗരഭാഗത്തേക്ക് പോകണം. അപ്പോൾ ടാക്സി നോക്കട്ടെ. ടാക്സിക്കാർ ഇവിടെ വലിയ പുഷിയോ ഹെഡേക്കോ ഒന്നും ഇല്ലെന്നാണ് കേട്ടോ. നോക്കാം. യു റെഡി ടു എക്സ്പ്ലോർ ഷവാൻ? ഇവിടെ ലോക്കൽസ് ഈ നഗരത്തിനെ വിളിക്കുന്നത് ഷവാൻ എന്നാട്ടോ, പക്ഷേ പുതിയ പേരാണെന്ന് തോന്നുന്നു, ഷെഫ്ഷാവൻ എന്നാണ് പറയുക. ലോക്കൽസ് വിളിക്കുന്നത് ഷവാൻ എന്നാണ്. അപ്പോൾ ഞാൻ ഷവാൻ എന്നായിരിക്കും ഇനി അങ്ങോട്ട് പറയാം ഈ നഗരത്തെ. ഒരു ടാക്സി വന്നിട്ടുണ്ട്, ടാക്സി എടുക്കണം. മദീന മദീന ആവിലാസ്. Come. Come. هاي شغلك 20 اوكي شكرا. عربية هاي شغلك അപ്പോൾ 200 രൂപക്ക് സെറ്റാക്കിയിട്ടുണ്ട്. 200 രൂപ കുഴപ്പമില്ല, ഇതിന് തോന്നിയ പൈസ പറയും. അപ്പോൾ 20 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതാണ് ടാക്സി. والله الا اخي معي لسه بالحقيقه بدي اجي عليكم مع شو مشكله. അപ്പോൾ ഈ പഴയ നഗരത്തിനകത്ത് ടാക്സി വന്ന് ഇറക്കിയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ ടാക്സി. 20 ദിർഹം വന്ന് ചാർജ്. അതായത് 200 രൂപയോളം വന്നു, 180 രൂപ വന്നു. 10-15 മിനിറ്റ് എടുത്തുള്ളൂ, പക്ഷേ ട്രാഫിക് ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഇവിടെ ഞാൻ താമസിക്കുന്ന റിയാദ് കണ്ടെത്തണം, എന്നിട്ട് ചെക്ക് ഇൻ ചെയ്ത് ബാഗൊക്കെ വെച്ചിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകളിലേക്ക് പോകണം. അതാണ് പ്ലാൻ. Map. Yes, difficult. It's okay. No. I told you, no. Class. قلبك هيتان تبعك بالنوع. He asked for money. I don't know. Now everything lost. That side or this side. Riyadh Shurafa. تفضل عادي. انا اسبانيول. اسبانيول عادي. English. Arabic شوية. خفض لي عادي بس. شوي وانا اقول لك اطلع، زيد شويه انا اقول لك شكرا. നമ്മളെ റിയാദിലേക്ക് പോകുന്ന വഴിയായിട്ടോ ഇത്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിയാദിലേക്ക് പോകുന്ന വഴിയാണിത്. മാജിക്കൽ ഫീൽ. ഇവർക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടം കേട്ടോ, ഒരുപാട് പൂച്ചകളുണ്ട്. എത്ര മനുഷ്യരുണ്ട് അവിടെ അത്രയും പൂച്ചകളുണ്ട്. റിയാദ് ഷുറഫ, അതാണ് എൻ്റെ ദർ ഷുറഫ. Got it. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന റിയാദ് ഇതാണ്. ഇവിടെ ചെറിയൊരു മേശയും സോഫയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നേരെ
മൊറോക്കോയുടെ പുസ്തകം. നേരെ നമ്മളെ റൂം ഇതാണ്. വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. ബെഡ്, സോഫ, 2 extra bed. Why there is 2 extra bed? If you argue, you're gonna sleep there. Yeah, we can separate. Okay, that's good. You can sleep in the toilet if you want as well. Oh, let me show the toilet then. Even toilet is blue. Average. നമ്മൾ ഈ പഴയ സിറ്റിക്കകത്ത് ഇതുപോലുള്ള റിയാദിൽ താമസിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഒന്നാമത് ഹീറ്റിംഗ് ഉണ്ടാവണമെന്നില്ല, 2 ഒരു ആധുനികമായിട്ടുള്ള സെറ്റപ്പോ സംഭവങ്ങളോ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്കൊരു ട്രഡീഷണൽ ഫീൽ ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ നമുക്കിനി പുറത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇന്ത്യ, India? Yes. Shahrukh? Shahrukh Khan. Hrithik Roshan. Hrithik Roshan. I like it. Amitabh Bachchan because Amitabh Bachchan old. old movie. man, but How old I are you? like it. How old are you? 23. And you like Amitabh Bachchan? Yeah, Oh, okay. I like it. My favorite? Aishman Khurrana. New actor. Aishman. No. The new young actor. No. No, Just I don't know. Amitabh Bachchan, Hrithik Roshan, Kareena Kapoor, Akshay Kumar. Akshay Kumar. Yeah, Akshay Kumar I fight. know. Yeah, nice. it's fight like this. Boom, boom. Shukran, Habibi. Chuck India. Inshallah. Check the India. Chuck the India. Shahrukh movie. Shahrukh movie. Okay. My mother is the crazy because movies India. Indian movie. The movies. India is crazy. Nice, Every nice. day say like every day. See you later, yeah? See you later, Inshallah. alligator. Release them. ഇവിടെ ഇന്ത്യക്കാർക്ക് നല്ല കിടിലൻ ഫാൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യൻ മൂവീസാണ് റീസൺ. അപ്പോൾ ഞാൻ പോകുന്നത് ഇപ്പം ഈ അൽ കസ്ബ എന്ന് പറയുന്ന ഈ ഷെഫ്ഷവാൻ ഈ വില്ലേജിലെ തന്നെ ഏറ്റവും പഴയ ഒരു ബിൽഡിങ്ങിലേക്കാണ്. അതിനകത്തേക്ക് എൻട്രി ഫീ ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് കയറാം. അതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാൻ. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഹായ്. English main gate, museum, exhibition hall, cafeteria, and water tanks. Yes. Take the tickets. Ticket counter. Anna Moroccan. No look like Moroccan. 60. സോ നമുക്ക് ഈ കസബൻ്റെ അകത്തേക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ 60 ദിർഹംസാണ്. അതായത് 550-600 രൂപയോളം വരും ഒരാൾക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ. മൊറോക്കൻസ് ആണെന്നുണ്ടെങ്കിൽ അത് 10 ദിർഹം, 100 രൂപ മാത്രം, 6-1 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഈ കസ്ബ എന്ന് പറയും. കസ്ബ ബിൽഡ് ചെയ്തിരിക്കുന്നത് അന്നത്തെ കാലത്തെ, പഴയ കാലത്തെ ഈ ഷെഫ്ഷവാൻ്റെ ഈ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്നും ഇപ്പോൾ ഒരു മോണ്യുമെൻ്റായിട്ട് നിലനിൽക്കുന്നു. ഇതിൻ്റെ അകത്ത് മോസ്ക് ഉണ്ട്, ഒരു ചെറിയൊരു പാലസ്, ഒരു വീടുണ്ട്, ഹൗസ് ഉണ്ട്, പിന്നെ നല്ല കിടിലും വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒബ്വിയസ്ലി കാരണം ഇത്തരം സിറ്റീസിനെ വാച്ച് ചെയ്യാൻ, പുറമേ നിന്നുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ക്വയർ ഗാർഡൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ ഓറഞ്ചസൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കാണാം കേട്ടോ. ഉണ്ടല്ലേ, ഒരുപാട് ഓറഞ്ചസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈവൻ മൊറോക്കോയിലെ ഓറഞ്ചസ്. Have you tried the oranges in Morocco? Yeah. When did you Tasty. try? We tried from the fresh, right? Better we try from Marrakesh. Marrakesh has a lot of nice oranges and nice oranges. Okay. So cheap here as well. Oranges is so cheap and affordable basically. You can see the oranges here. You see? അപ്പോൾ ഈ കസ്ബ എന്ന് പറയുന്നത് പല ട്രാൻസ്ഫോർമേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പഴയ കാലഘട്ടത്തിലെ പ്രിസൺ, ഒരു ജയിലാണ് കാണുന്നത്. പ്രിസൺ. കം, ലെറ്റ്സ് ഗോ ഇൻസൈഡ് ദ പ്രിസൺ ഫോർ എ വൈൽ. വാവ്, ഇരുട്ടാണ്, കാണാൻ പറ്റുമെന്ന് അറിയില്ല. കസ്ബ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള സംഭവമാണ്. പണ്ട് കാലത്തൊരു മിലിറ്ററി ബാസ്റ്റിൻ ആയിരുന്നു, പിന്നെ അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആയി. ഇന്നിപ്പോൾ ഒരു കൾച്ചറൽ സെൻറ്റർ ഷെഫ്ഷവാൻ്റെ. അപ്പം ഞാൻ എൻ്റെ മുകളത്തെ നിലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്.
താഴത്തേക്ക് ഇങ്ങനെ കാണാം. ഈ കസ്ബയുടെ മുകളിൽ ഒരുപാട് വ്യൂ പോയിൻ്റ് ഉണ്ട്. ഐ മീൻ ഇതുപോലുള്ള ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് ഷെഫ്ഷാവൻ്റെ പഴയ നഗരഭാഗത്തെയും പുതിയ നഗരഭാഗത്തിൻ്റെയും കുറേ കാഴ്ചകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. പല സൈഡിൽ നിന്നും പല ആംഗിളിൽ നിന്നും കാണാൻ പറ്റും. ഇവിടെ 1 2 എല്ലാം ചെറിയ വ്യൂ പോയിൻ്റ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിങ്ങനെ കസ്ബയുടെ ഏറ്റവും മുകളിലത്തെ നിലയിൽ വന്നാൽ താഴെ ആ നഗരം കാണാൻ പറ്റും. പഴയ നഗരഭാഗമാണ് ഈ കാണുന്നതെല്ലാം തന്നെ. ഈ കസ്ബേൻ്റെ അകത്തുള്ള പള്ളി, നേരത്തെ കണ്ട സ്ക്വയർ, റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം കാണാം. നമ്മൾ നേരത്തെ കയറി വന്ന വഴിയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ച. നമുക്ക് താഴെ ഇറങ്ങാം. ഇനി നമുക്ക് ബാക്കി തെരുവിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം.